ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായതെന്തോ അതിനെ പ്രാപിക്കാനുള്ള പരിശ്രമമായിരിക്കണം നമുക്കുണ്ടാവേണ്ടത്. അനേക മഹത്തുക്കൾ അനേക ഗ്രന്ഥങ്ങളിൽ അമൂല്യമായ പല തത്വരത്നങ്ങളും നമുക്ക് വേണ്ടി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അവരുടെ അനുഭവങ്ങളെയാണ് അതിലൂടെയെല്ലാം ആഖ്യാനം ചെയ്തിരിക്കുന്നത്. അതിനാൽ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് സർവവേദങ്ങളുടെയും സർവ ഉപനിഷത്തുക്കളുടെയും സർവസ്വമായിരിക്കുന്ന ഭഗവത്ഗീതയിൽ നമുക്കതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വച്ചിരിക്കുന്നു. അതാണ് ഗീത നൽകുന്ന മൂല്യങ്ങൾ ജീവിതരീതിയാക്കണം. ഭഗവത് രൂപത്തിൽ നമ്മൾ ധ്യാനനിഷ്ഠരായിടണം. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കി തരുകയാണ് ഗീത നൽകുന്ന മൂല്യങ്ങൾ. എന്താണ് ഭഗവത്ഗീത നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? ഒരുപാട് സന്ദേശങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തി വച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടവ അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അദ്വൈതമാകുന്ന അമൃത് വർഷിക്കുന്നതാണ് ഭഗവത്ഗീത. ആ ഗീതയിൽ അന്യമായിട്ട് നാം ഈശ്വരനെ കാണരുത്. തന്നിൽ നിന്നും അന്യമായി കാണുമ്പോൾ അവിടെ രണ്ട് എന്ന അവസ്ഥ വരുന്നു. ഞാനും ഈശ്വരനും വേറെയാണ് എന്ന ആ അവസ്ഥ. ഗീത ഉറപ്പിച്ചു പറയുന്നത് അദ്വൈതമാണ്, ഏകത്വത്തെയാണ്. ആ ഏകത്വത്തിന് ഞാൻ വേറെയായാൽ അവിടെ ദ്വൈതമല്ലേ അവശേഷിക്കുന്നത്? അതുകൊണ്ടാണ് അനന്യശ്ചിന്ത, അന്യം അല്ലാതെ ചിന്തിക്കുക. ഈശ്വരനെ തന്നിൽ നിന്നും അന്യമായിട്ടല്ല ചിന്തിക്കേണ്ടത്. എന്നാൽ ഇന്നാകട്ടെ നാം ധരിച്ചു വച്ചിരിക്കുന്നത് ഈശ്വരനെ അന്യമായി മാത്രമല്ല, വളരെ അകലെയായിട്ടാണ് നാം കാണുന്നത്. എന്നാൽ ഏറ്റവും അടുത്ത് രണ്ട് വസ്തുക്കൾ അടുക്കും തോറും അകലം കുറയുകയും അകലം കുറയുമ്പോൾ ഒന്നായിത്തീരുകയും ചെയ്യുകയല്ലേ ചെയ്യുന്നത്? അകലം തോറും രണ്ടാവുകയാണ് ചെയ്യുക. എന്നാൽ അടുക്കും തോറും അതിൻ്റെ അകലം കുറയുകയും അതൊന്നായിത്തീരുകയും ചെയ്യുന്നു. ആ അടുത്തേക്കാണ് നാം കൊണ്ടുവരേണ്ടത്. കാഴ്ചകൾ കണ്ട് ഇങ്ങേ നിങ്ങൾ കാണേണ്ടതെങ്ങോ മറന്നു. ലക്ഷ്യം പുറത്തല്ല, അടുത്താണ്, അകത്താണ് അനശ്വരാത്മാനന്ദ വസ്തു. അനശ്വരമായിരിക്കുന്ന ആത്മാനന്ദ വസ്തുവാണ് നമ്മുടെയൊക്കെ പരമമായ ലക്ഷ്യം. അതെവിടെയാണ്? ലക്ഷ്യം പുറത്തല്ല, അടുത്താണ്, അകത്താണ്. അകത്ത് എന്നതും പോയിട്ട് അവിടെ താൻ ഞാനെന്ന അവസ്ഥ ഇല്ലാതെയായി അത് മാത്രമായി തീരുന്നു. ഞാൻ പോയി ഇല്ലാതെയായി. ഈശ്വര ചിന്തയിലൂടെ ഞാനെന്ന ചിന്ത ഇല്ലാതെയായി അവിടെ ഈശ്വരൻ മാത്രമാകുന്നു. സത്യത്തിൽ അതാണ് ഉള്ളത്. അതിനിടയ്ക്ക് അജ്ഞാനം കൊണ്ട് അല്ലെങ്കിൽ മായ കൊണ്ട് രൂപാന്തരപ്പെട്ട ഒന്നാണ് ഞാൻ എന്ന് പറയുന്നത്. എല്ലാ വിപത്തുകൾക്കും ദുഃഖത്തിനും കാരണം, അതിനെ അറിയാതിരിക്കാനും കാരണമായിരിക്കുന്നത് ഈ ഞാനാണ്. ഈ ഞാൻ ആണ് മനസ്സായതും ഞാനാണ് ബുദ്ധിയായതും. ആ ഞാനാണ് ചലനാത്മകമായി ഇന്ദ്രിയദ്വാര ബഹിർഗമിച്ചപ്പോൾ രാഗദ്വേഷങ്ങളായും കാമക്രോധങ്ങളായും മതമത്സര്യങ്ങളാദികളായും രൂപാന്തരപ്പെട്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മറന്ന് താൻ അന്യമായ വസ്തുവിനെ ആശ്രയിച്ച് സുഖിക്കാൻ വെമ്പൽ കൊള്ളുന്നു.
ഈ തെറ്റിദ്ധാരണയാണ് നമ്മളിൽ നിന്നും നീങ്ങേണ്ടിയിരിക്കുന്നത്. അതിനാണ് നമ്മോട് നിരന്തരം ആത്മവിചാരം ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് ലോകചിന്തകൾ മാത്രമാണ്, അസ്ഥിര വസ്തുക്കളെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ്. അതിൽ നിന്നും സ്ഥിരമായ ആത്മഭാവത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നമ്മളിൽ വളർന്നു വരേണ്ടത്. അത് വരുമ്പോൾ നമുക്ക് പരമമായ സത്യം എന്തെന്ന് ബോധ്യമാകും. ഇതാണ് ഭഗവത്ഗീത നൽകുന്ന സന്ദേശം. ഇത് മാത്രമല്ല, ഇതതിൽ അണുവായ ഒരു സന്ദേശം മാത്രമാണ്. ഇനിയും എത്രയെത്രയോ അമൂല്യമായ രത്നങ്ങൾ അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. അവയെല്ലാം നാം ഗ്രഹിച്ച് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. അപ്പോൾ മാത്രമേ നാം ആ അനുഭൂതി തലത്തിലേക്ക് ഉയരുകയുള്ളൂ. ഞാൻ ഗീത ഒരു അധ്യായം ഞാൻ എന്നും വായിക്കാറുണ്ട്. ആ വായന ഒരു ശീലം നല്ലതാണെങ്കിൽ തന്നെയും അതിൽ മാത്രം നമ്മൾ ഒട്ടി നിൽക്കരുത്. വായിച്ചു തീർന്നു, ഒരു ഗീതാധ്യായം ഞാൻ നിത്യേന വായിക്കാറുണ്ട്. നാരായണീയൻ ഞാൻ 100 ദശകവും ഒരു ദിവസം വായിക്കാറുണ്ട്. ഈ വായന കൊണ്ട് മാത്രം ആയില്ല. ആദ്യം നാം വായനയിലേക്ക് പ്രവേശിച്ചു, അത് അവിടെ തന്നെ നാം നിൽക്കരുത്. ഒന്നാമത്തെ സ്റ്റേജിലേക്ക് എത്തി. അത് എത്തിക്കഴിഞ്ഞാൽ അവിടെ മാത്രം നിൽക്കുകയല്ല, അടുത്ത സ്റ്റെപ്പിലേക്ക് നാം പ്രവേശിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തേത് ഉപേക്ഷിക്കുമ്പോഴാണ് രണ്ടാമത്തതിനെ നാം സ്വീകരിക്കുന്നത്. അതുപോലെ വായന എന്ന ശീലത്തിലേക്ക് നാം ആദ്യം വന്നെങ്കിലും ആ ശീലം വിട്ടെങ്കിൽ മാത്രമേ അടുത്ത മനനം എന്ന ചിന്തയിലേക്ക് അല്ലെങ്കിൽ സ്റ്റേജിലേക്ക് നാം പ്രവേശിക്കുകയുള്ളൂ. അപ്പോൾ ഓരോന്ന് തരണം ചെയ്ത് ഓരോന്നിനെ ഉപേക്ഷിക്കുമ്പോഴാണ് പുതിയതിനെ നാം സ്വീകരിക്കുന്നത്. ആയാതം അപേക്ഷണീയം, ഗതം ഉപേക്ഷണീയം. വരുന്നതിനെ നമ്മൾ സ്വീകരിക്കുകയും പോകുന്നതിനെ നാം വിടുകയും ചെയ്യണം. ഇത് വരുന്നതിനെ സ്വീകരിക്കണം. അതിലെ ആശങ്ക ഇനി നഷ്ടപ്പെടുമ്പോൾ അതും വിടാൻ തോന്നുന്നില്ല. അങ്ങനെ പോകുന്നതിനെ വിടാതിരിക്കുന്നതാണ് ലോഭം എന്ന് പറയുന്നത്. പോകുന്നതിനെ വിടാൻ നാം തയ്യാറാകണം, വരുന്നതിനെ സ്വീകരിക്കാനും തയ്യാറാകണം. അതാണ് ആയാതം അപേക്ഷണീയം, ഗതം ഉപേക്ഷണീയം. പോകുന്നതിനെ വിടുകയും വരുന്നതിനെ സ്വീകരിക്കുകയും നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം ഇതൊക്കെയാണ് ഭഗവത്ഗീത നൽകുന്ന സന്ദേശങ്ങൾ. ആ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തണം. എങ്കിൽ നാം ധ്യാനിക്കുന്നത് ഭഗവത് സ്വരൂപം മാത്രമായിരിക്കും. അവിടെയാണ് യാതൊന്നു കാൺമതതു, കാണുന്നതൊക്കെ ഈശ്വരസ്വരൂപം തന്നെ എന്ന വിശ്വരൂപ ദർശനത്തിൽ ആനയിലും ഈച്ചയിലും പൂച്ചയിലും ശനകനിലും ചണ്ടാളനിലും സർവത്തിലും സ്ത്രീയിലും പുരുഷനിലും എല്ലാം സർവേശ്വരനെ ദർശിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാവണം. അതാണ് അദ്വൈതാനുഭൂതി നമുക്കുണ്ടായാൽ ഉണ്ടാകുന്ന അവസ്ഥ. ഗീത നൽകുന്ന മൂല്യങ്ങൾ ജീവിതരീതിയാക്കണം. ഭഗവത് രൂപത്തിൽ നമ്മൾ ധ്യാനനിഷ്ഠരായിടണം.